ഞാൻ എത്തിയിട്ടുള്ളത് കുറച്ച് ട്രിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും സാരി ഇടാറുണ്ട് അല്ലേ. സാരി ഇടുന്ന സമയത്ത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്, തടിയുള്ളവരാണെങ്കിൽ ഒന്നും കൂടി തടി തോന്നിക്കുന്നു, അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഒന്നും കൂടി ഹൈറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രോബ്ലംസ്. അപ്പൊ അങ്ങനെയുള്ളവർ സാരി ഇടാൻ എപ്പോഴും മടിക്കാറുണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കുറച്ച് മെലിഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനും അതുപോലെ തന്നെ കുറച്ചും കൂടി ഹൈറ്റ് ഫീൽ ചെയ്യിക്കാനും അങ്ങനെയുള്ള കുറച്ച് ട്രിക്സ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ട്രിക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി നോക്കാം. അപ്പൊ ട്രിക്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യം തന്നെ ഞാൻ പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തടിച്ചിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളവർക്കും ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് കൂടിയവർക്കും അതുപോലെ മെലിഞ്ഞിട്ടുള്ളവർക്കും ഉള്ള കാര്യം കൂടി ആവും. അപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ മെലിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ നേരെ തിരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ട്രിക്സിലേക്ക് കടക്കുമ്പോൾ നമ്മൾ സാരി ഇടുന്നതിന്റെ മുന്നേ നമ്മൾ ബ്ലൗസ് ആണ് ആദ്യം ഇടുന്നത് അല്ലേ. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ബ്ലൗസിലേക്കാണ് പോകുന്നത്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ആദ്യം തന്നെ ബ്ലൗസിന്റെ സ്ലീവ്സിലേക്കാണ് ഞാൻ കടക്കുന്നത്. തടിയുള്ളവരാണെങ്കിൽ ഒരിക്കലും ഞാൻ പറയാണ്, ഒരിക്കലും ഷോർട്ട് ആയിട്ടുള്ള സ്ലീവും അതുപോലെ തന്നെ ഇങ്ങനെ ഈ നമ്മുടെ കൈയിന്റെ പകുതി ഭാഗത്ത് നമ്മുടെ ഈ ബസ്റ്റിന്റെ ഈ ഒരു ലെവലിൽ വരുന്ന രീതിയിൽ നമ്മുടെ സ്ലീവ്സ് ഒരിക്കലും സ്റ്റിച്ച് ചെയ്യരുത്. അങ്ങനെയുള്ളവർക്ക് ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തടി ഒന്നും കൂടി തോന്നിക്കത്തേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ സ്ലീവ്സ് എപ്പോഴും 3/4 ഒന്നിക്കൽ എൽബോ സൈസിൽ ഇവിടെ വന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ 3/4 ഇവിടെ നമ്മുടെ എൽബോ കടന്ന് നിൽക്കുന്ന രീതിയിൽ ചെയ്യുക. അങ്ങനെ എല്ലാന്നാണെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി മെലിഞ്ഞിട്ടായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ചിലവർക്കെങ്കിലും ഈ ഷോർട്ട് സ്ലീവ് ഇട്ടിട്ട് എപ്പോഴും ശീലമായിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ലൂസായിട്ട് കൊടുക്കുക. ഭയങ്കര ടൈറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ സ്ലീവ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്മുടെ കൈയിന്റെ പോർഷൻ എന്താ അങ്ങനെ ബൾജ് ചെയ്ത് ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. കൈ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇടവരുത്തരുത്. എപ്പോഴും സ്ലീവ്സ് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കൈയിന്റെ പോർഷൻ എല്ലാം ഒരേ എന്താ തടിയിൽ തന്നെ തോന്നുന്ന രീതിയിൽ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് തടി തോന്നിക്കുന്നത് നമുക്ക് കുറഞ്ഞു കിട്ടും. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ കുറച്ച് ഫാറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ബ്ലൗസ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കുറച്ച് ലൈറ്റ് കളറായിട്ടുള്ള അതുപോലെ തന്നെ അധികം ഡിസൈൻസ് ഇല്ലാത്ത അധികം പ്രിന്റ്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ. പ്രിന്റ്സ് നിങ്ങൾ എടുക്കുന്നുണ്ട്, പ്രിന്റഡ് ആയിട്ടുള്ള ടൈപ്പ് ബ്ലൗസ് പീസാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ അതിലിങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രിന്റ്സ് ഉള്ള രീതിയിൽ എടുക്കുക. വലിയ വലിയ പ്രിന്റ്സുള്ള എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ തടി തോന്നിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലൈറ്റ് കളർ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങളുടെ സാരിയിലേക്ക് നിങ്ങൾ വർക്കുള്ള രീതിയിൽ നോക്കിക്കോളൂ. പക്ഷെങ്കിൽ ബ്ലൗസിൽ അധികം വർക്ക് ഇല്ലാത്ത രീതിയിൽ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കുറേ ബ്ലൗസിലൊക്കെ ഇങ്ങനെ കുറെ ലൈൻസ് വരുന്ന ടൈപ്പിൽ ഡിസൈൻസ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെയുള്ള ബ്ലൗസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഹൊറിസോണ്ടൽ ലൈനിൽ വരുന്ന ബ്ലൗസ് ഡിസൈൻസ് നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുക. എപ്പോഴും വേർട്ടിക്കൽ ലൈൻസ് മാത്രം ചൂസ് ചെയ്യുക. വേർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ് ആണ് നിങ്ങളുടെ ബ്ലൗസിൽ ഉണ്ട് എന്നാണെങ്കിൽ ഒന്നും കൂടി മെലിഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. കുറച്ച് ഹൈറ്റും തോന്നിക്കും, മെലിഞ്ഞതായിട്ടും ഫീൽ ചെയ്യും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ വീണ്ടും തടി തോന്നിക്കാണ് ചെയ്യുന്നത്. ഇനി ബ്ലൗസിന്റെ നെക്കിലേക്ക് കടക്കുമ്പോൾ കുറച്ച് തടിച്ചവർക്കും കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളവർക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള നെക്ക് എന്ന് പറയുന്നത് വി നെക്കാണ്. കുറച്ച് നമ്മുടെ എന്താ ഇങ്ങനെ ഷോൾഡറിന്റെ കുറച്ച് ഉള്ളിലേക്ക് വന്നിട്ട് വി ഷേപ്പിൽ പോകുന്ന നെക്കാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുക. അതിന്റെ കൂടെ റൗണ്ട് നെക്ക് ഒക്കെ ഓക്കെയാണ്. പക്ഷെങ്കിൽ ഷോൾഡറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വൈഡ് ആയിട്ട് കട്ടുള്ള രീതിയിലുള്ള ബ്ലൗസ് നമ്മൾ ഇടാതിരിക്കുക. അങ്ങനെ ഇടുമ്പോൾ കുറച്ചും കൂടി തടി പരപ്പ് തോന്നിക്കാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഓർണമെന്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തടിയുള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇവിടെ ഇങ്ങനെ എന്താ കുടുങ്ങി നിൽക്കുന്ന ടൈപ്പ് തിക്കായിട്ടുള്ള ടൈപ്പ് നെക്ലേസസ് ഇടാതിരിക്കുക. നെക്ക് പീസ് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് തിന്നായിട്ടുള്ളത്, നിങ്ങൾക്ക് ഈ ഒരു എന്താ കഴുത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നാണെങ്കിൽ കുറച്ച് തിന്നായിട്ടുള്ള ഓർണമെന്റ്സ് സെലക്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പരം മെയിനായിട്ട് കുറച്ച് ലെങ്തി ആയിട്ടുള്ള എന്താ നെക്ലേസ് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഈ ചെയിൻ കുറച്ച് തിന്നായിട്ട് പെൻഡന്റ് കുറച്ച് നല്ല തടിപ്പുള്ള രീതിയിലുള്ള എന്താ ജ്വല്ലറി ഇടുകയാണെങ്കിൽ
നന്നായിരിക്കും. അത് കുറച്ച് ലെങ്ത് നമ്മുടെ ഹൈറ്റ് തോന്നിക്കാനും അതുപോലെ കുറച്ച് മെലിഞ്ഞിട്ട് ഫീൽ ചെയ്യിക്കാനും അത് നന്നായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ചോക്കേഴ്സ് ആണ്. ചോക്കറായിട്ട് ഇടുന്ന ഇങ്ങനെ കഴുത്തിന് കുടുങ്ങി നിൽക്കുന്ന ടൈപ്പ് നെക്ലേസസ് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ഇതും കൂടി നമ്മൾ ഒഴിവാക്കുക. കാരണം എന്താ വെച്ചാൽ തടിച്ചവർക്ക് പൊതുവെ കഴുത്തിൻ്റെ നീളം കുറവായിരിക്കും. അപ്പോൾ അത് ഒന്നും കൂടി ഈ ചോക്കർ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൈറ്റ് വീണ്ടും കുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴുത്തിന് കുറച്ചും കൂടി നീളം തോന്നുമ്പോഴാണ് നമുക്കും കുറച്ചൊരു ഹൈറ്റ് ഉള്ള രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അപ്പൊ ചോക്കറും നമ്മളതിൽ ഒഴിവാക്കുക. അപ്പൊ ഇത്രയാണ് ബ്ലൗസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി സാരി എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. സാരി ചൂസ് ചെയ്യുമ്പോൾ തടി കൂടിയവരും ഷോർട്ട് ആയിട്ടുള്ളവരും ഒരിക്കലും ബോർഡർ ഭയങ്കര വിട്ട് കൂടിയിട്ടുള്ള ടൈപ്പ് സാരി എടുക്കരുത്. അങ്ങനെ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ താഴെ ഭാഗത്ത് നമ്മൾ സാരി ഇട്ടിട്ട് താഴെ ഭാഗത്ത് നിന്ന് ബോർഡർ ഒരുപാട് മുകളിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള പോർഷൻ നമ്മുടെ ബോഡി പോർഷൻ ഭയങ്കര ലെങ്ത് കുറവാണെങ്കിൽ, അതിൻ്റെ ആ ഒരു പോർഷൻ കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും ഷോർട്ട് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറച്ച് തടിച്ചിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും തിന്നായിട്ടുള്ള ബോർഡർ ഉള്ളത് എടുക്കുക. അങ്ങനെ എല്ലാന്നാണെങ്കിൽ ബോർഡർ ഇല്ലാണ്ട് നോർമൽ വർക്ക് മാത്രം വരുന്ന സാരി ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാരികൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് മുന്താണി ഇടുന്ന സമയത്താണ്. മുന്താണി ഇടുമ്പോൾ നമ്മുടെ ബാക്കിലേക്കുള്ള ലെങ്ത് കുറച്ച് നന്നായിട്ട് തന്നെ കൊടുക്കുക. ഒരുപാട് താഴെ മുട്ടണം എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഒരു ആംഗിളിൻ്റെയും നമ്മുടെ ഒരു പാദത്തിൻ്റെയും നമ്മുടെ ഒരു മുട്ടിൻ്റെയും ഇടയിൽ വരുന്ന രീതിയിലുള്ള ഒരു ലെങ്ത്തിൽ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ഹൈറ്റ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ മുന്താണി നമ്മൾ ഇടുന്ന സമയത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് മുന്താണി ഇടുന്നതെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരുടെയും ഒരു വിചാരം എന്താ വെച്ചാൽ പ്ലീറ്റ്സിന്റെ വിട്ട് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ മെലിഞ്ഞിട്ട് കാണുന്നതാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ അങ്ങനെയല്ല, അത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ പ്ലീറ്റ്സിന്റെ വിട്ട് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട് ഇപ്പം നമ്മുടെ നല്ല തടിച്ച ആളാണെങ്കിൽ പ്ലീറ്റ്സിന്റെ വിട്ട് നന്നായിട്ട് കുറക്കുകയാണെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ പ്ലീറ്റ്സ് ഇതിലേക്കൂടെ പോവും, നമ്മുടെ ബോഡിയുടെ ഒരു ഭാഗം പ്ലീറ്റ്സ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് നിൽക്കുകയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ബോറും ആയിരിക്കും, ഭയങ്കരമായിട്ട് തടി തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം മെയിനായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബോഡി മൊത്തം ഫ്രണ്ട് നമ്മുടെ ബസ്റ്റ് ഏരിയ മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, കവർ ചെയ്തിട്ട് കുറച്ചും കൂടി പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ എപ്പോഴും പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ നമ്മുടെ വയറൊക്കെ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ ഒരിക്കലും സാരി ഭയങ്കരമായിട്ട് നമ്മുടെ ബെല്ലി ബട്ടൺ ഒരുപാട് താഴേക്കായിട്ട് ഉടുക്കാൻ നിൽക്കരുത്. എപ്പോഴും ബെല്ലി ബട്ടൺ കവർ ചെയ്തിട്ട് മുകളിലായിട്ട് ഉടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു വയറിന്റെ പോർഷൻ കുറേയൊക്കെ സാരിയുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് നിൽക്കുന്നത് ഒരുപാട് കുറഞ്ഞു കിട്ടും. അപ്പോൾ എപ്പോഴും ബെല്ലി ബട്ടൺ കവർ ചെയ്തിട്ട് കുറച്ച് മുകളിലായിട്ട് സാരി ഉടുക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ കൂടെ തന്നെ എപ്പോഴും സൈഡ് നമ്മുടെ വയറ് സൈഡിൽ നമ്മളിങ്ങനെ സാരി ഉടുക്കുന്ന സമയത്ത് കാണുമല്ലോ, അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഭാഗം നന്നായിട്ട് കവർ ചെയ്തിട്ട് ഉടുക്കുക. ആ ഭാഗം ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്തു കാണിക്കാന്നാണെങ്കിൽ വീണ്ടും നമുക്ക് തടി ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നേരത്തെ ബ്ലൗസിന്റെ കാര്യത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം എന്താ വെച്ചാൽ ബ്ലൗസിന്റെ ലെങ്ത് എപ്പോഴും കുറച്ച് നന്നായിട്ട് കൂട്ടുക. എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ തടിച്ചവർക്കുള്ള ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഈ സൈഡ് ഭാഗത്ത് ഇങ്ങനെ കുറച്ചൊന്ന് ബൾജ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുക അല്ലേ. അപ്പൊ അതും കൂടി കവർ ചെയ്യുന്ന രീതിയിൽ സാരിന്റെ ബ്ലൗസിന്റെ ലെങ്ത് കുറച്ച് കൂട്ടി കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന ഭാഗം പുറത്ത് കാണുന്നതാണെങ്കിൽ തടി കുറച്ചും കൂടി കൂടുതലായിട്ട് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എപ്പോഴും ബ്ലൗസിന്റെ ലെങ്ത് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാരി ഇപ്പൊ സിംഗിൾ പ്ലീറ്റ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ ഒരിക്കലും ഭയങ്കര ലൂസായിട്ട് അത് വിടരുത്. അങ്ങനെ ലൂസായിട്ട് വിടുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി നമ്മൾ തടി ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കയ്യിലേക്ക് ഇടുന്ന സമയത്ത് കുറച്ച് നല്ല ടൈറ്റ് ആയിട്ട് വേണമെങ്കിൽ സേഫ്റ്റി പിന്ന് നല്ല ഷേപ്പിൽ പിടിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളിൽ നമ്മുടെ കൈയിന്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ മുന്നേ ഒരു സിംഗിൾ പ്ലീറ്റ് സാരിയുടെ എങ്ങനെ ഷേപ്പിൽ എങ്ങനെ ഉടുക്കുക എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കാണുക. അതിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് നല്ല ഷേപ്പിൽ എടുത്തിട്ട് പിൻ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത്. അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി തടി കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായത്. ഇതിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത് തടിച്ചവർ ഒരിക്കലും ബ്ലൗസിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ബ്ലൗസ് എപ്പോഴും കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള അധികം വർക്ക് ഇല്ലാത്ത ടൈപ്പിലുള്ള ബ്ലൗസ് ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് വർക്കും കൊടുത്ത് ഒരുപാട് വലിയ വലിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ വീണ്ടും നമ്മൾ തടി ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. അതിന് പകരം ബ്ലൗസ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ സാരിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. സാരിയിൽ വർക്കൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ബ്ലൗസ് നിങ്ങൾ കുറച്ച് പ്ലെയിൻ ആയിട്ട് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി തടി ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഇനി ഹൈറ്റ് കുറവാണെന്ന് വിചാരിച്ച് സാരി ഇടാതിരിക്കണ്ട. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾക്ക് സാരി ഇടാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരെ ടാറ്റ.